ഹലോ കൂട്ടുകാരെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ്. ഞാൻ ലക്ഷ്മിയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ പതിവ് പോലെ തന്നെ 10 രൂപ മുതൽ തുടങ്ങുന്ന ചെടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകതയുണ്ട്. ഞാൻ കുറേയധികം പ്ലാന്റ്സുകൾ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ്സുകൾ ഇന്നത്തെ വീഡിയോയിലെ കാണാൻ ചാൻസ് ഉള്ളൂ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ റെഡ് പ്ലാന്റ് ജിഫി മുഴുവൻ തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ പ്രശ്നം ചിലപ്പോൾ കാണാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് 10-15 ദിവസമായി. അപ്പോൾ കുറേ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചി റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതെന്ന്. കുറച്ച് മടിയുടെ അസ്കതയും കുറച്ച് ഈ മഴ, അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളങ്ങ് താമസിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലാന്റ്സുകൾ നമ്മൾ ഈ ആഴ്ചയാണ് അയച്ച് തീർന്നതും, അതൊക്കെ കൊണ്ടാണ് ഞാൻ മാക്സിമം പ്ലാന്റ്സുകൾ അയച്ച് തീർന്നതിന് ശേഷമേ അടുത്ത വീഡിയോ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല എന്തുണ്ട് വയലറ്റ് കളറിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെരിഗേറ്റഡ് ലീഫൊക്കെ ഉള്ള ഒരു പ്ലാന്റ്, നിറയെ ഇങ്ങനെ പൂക്കളായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ ആ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇത് നമ്മുടെ അലുമിനിയം പ്ലാന്റ് എന്ന് പറയുന്നതാണ്. ഇതിന് നമുക്ക് 2 തണ്ടുകൾ വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ, നിങ്ങൾ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തെ ആ ഗ്രീനിൽ ഒരു അലൂമിനിയം കളർ പോലെ, ഒരു സിൽവർ കളർ പോലെ വരുന്നത് കൊണ്ടാണ് ഇതിന് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. വലിയ പരിചരണമൊന്നും ആവശ്യം ഈ ചെടിക്കില്ല. അടുത്തായിട്ട് നമുക്ക് കോളീസിൻ്റെ കുറച്ചധികം വെറൈറ്റികൾ ഞാൻ ജിഫിയിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും 10-12 കളർ വെറൈറ്റീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കളറാണ് എന്ന് സെപ്പറേറ്റ് പറഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റത്തില്ല. അപ്പോൾ കോളീസ് ഇല്ലാത്തവർ മാത്രം അത് വാങ്ങിക്കുക കേട്ടോ. അപ്പം അതൊരു നമുക്ക് 20 രൂപ റേറ്റാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ചധികമുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. നമുക്ക് റൂട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ജിഫിയിൽ നിന്ന് താഴേക്ക് വരെ നന്നായിട്ട് വളർന്ന പ്ലാന്റ്സുകളാണ്. അപ്പം ജിഫിയിലുള്ള പ്ലാന്റ്സുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പിടിച്ച് കിട്ടും കേട്ടോ. ഈ ടൈപ്പിലുള്ള ഇതൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള കോളീസ് പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളും ആവശ്യത്തിനില്ല. ജിഫിയിൽ വരുന്ന ചില പ്ലാന്റ്സുകൾ കുറച്ചധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പേരങ്ങ് മറന്നു പോയല്ലോ, പീലിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ നിറച്ച് ബുഷായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന നല്ല ലൈഫുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. നെക്സ്റ്റ്, ഒരുപാട് ആളുകൾ കുറേ നാളായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് ഈ ഹാങ്ങിങ് ബിഗോണിയ. നല്ല ഭംഗിയായിട്ട് സാധാ ബിഗോണിയ പോലെയല്ല, ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വരും. നല്ല ബുഷായിട്ട് നിൽക്കും, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിഗോണിയ നമ്മളുടെ ഈ പ്രശ്നം ജിഫി ബാഗിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം പ്ലാന്റ്സുകൾ ഞാൻ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സീസണിലും ഹാങ്ങിങ് പ്ലാന്റായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കളോടുകൂടി നിൽക്കുന്ന ബ്ലൂ ഡേയ്സിയാണ്. ബ്ലൂ ഡേയ്സിയുടെ നേരത്തെ നമ്മളുടെ വലിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരുന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ്, നമ്മൾ തന്നെ ഓൺ പ്രൊപ്പഗേഷൻ ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇതൊരു ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. റെഡ് പ്ലാന്റ് നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് സിംഗിളായിട്ട് കൊടുക്കാനേ ഉള്ളൂ. ഈ പ്രാവശ്യം നമ്മുടെ ജിഫി ബാഗ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് പണ്ടത്തെ പോലെ തന്നെ വെറും 10 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ വൈറ്റ് യുജീനിയാണ്. ഈ സെയിം സൈസിലെ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഇലകളാണ് റെഡ് കളറിൽ വരുന്നത്. ബാക്കി ഇലകളൊക്കെ ഗ്രീൻ കളറിൽ തന്നെയായിരിക്കും കേട്ടോ. ഒരു വെരിഗേറ്റഡ് ടൈപ്പിലുള്ള ലീഫുകളാണ്. ഗ്രീനിൽ ഒരു വൈറ്റ് വെരിഗേഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് യുജീനിയാസ് എല്ലാം. ഇപ്പോൾ റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഏത് പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ റെഡ് കളറ് വരികയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ തന്നെ നിൽക്കും കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പിങ്ക് ഫ്ലവറോട് കൂടി നല്ല പിങ്ക് ലീഫൊക്കെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഒരു കുറ്റിച്ചെടിയാണ്. നമുക്ക് ലോറ പെറ്റാലം. ഈ ലോറ പെറ്റാലത്തിന് നമുക്ക് നേരത്തെ റേറ്റ് വരുന്നത് 120 രൂപയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അടുത്ത് നമുക്ക് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഡെസ്മോഡിയം പ്ലാന്റ് ആണ്. ഈ ഒരു ഡെസ്മോഡിയത്തിന് ഈ നല്ല ഒരു ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. അടുത്ത് നമ്മളുടെ ഒരു ഡ്രക്സിന വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു ചെടിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. മുൻപൊക്കെ ഇതിന് 100 രൂപയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നല്ല ഭംഗിയുള്ള വൈഡായിട്ടുള്ള യെല്ലോയും ഗ്രീനും കൂടെ ഷെയ്ഡ് വരുന്ന, കണ്ടില്ലേ, യെല്ലോയും ഗ്രീനും കൂടെ ഷെയ്ഡ് വരുന്ന ഈ ഡോട്ട് പോലെയുള്ള ഈ ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈസ്. ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നമ്മളുടെ നാരോ ലീഫായിട്ടുള്ള, കണ്ടില്ലേ, ക്രോട്ടൺ നല്ല റെഡ് കളറാണ്. നല്ല ലൈറ്റ് വേണേ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 70 രൂപയാണ്. വലിയ പ്ലാന്റ്സാണ്. നല്ല ബുഷായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപ. നല്ല മഞ്ഞ കളറിൽ
ഇങ്ങനെ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല എടുത്ത് കാണുന്നൊരു കളറല്ലേ യെല്ലോ. അപ്പോൾ ഈ ടൈപ്പിലുള്ള നമ്മളുടെ ഗോൾഡൻ അരേലിയയുടെ തൈകൾ നമ്മളുടെ കയ്യിൽ അവൈലബിളാണ്. വലുതാകും തോറും ഈ കളർ വരും കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റ് വേണേ. പ്ലാന്റ് സൈസ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ യെല്ലോ ഷെയ്ഡിങ്ങിന് എനിക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ പച്ച കളർ നിൽക്കും. നമ്മുടെ ലില്ലിപുട്ട് എന്നറിയപ്പെടുന്ന ലില്ലിപുട്ടിൻ്റെ യെല്ലോ ക്രോട്ടൺ നമുക്ക് അവൈലബിളാണ്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്, 60 രൂപയാണ്. ഇതുണ്ട്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ്. എല്ലാം വലിയ ഇത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. നമ്മളുടെ ക്രോട്ടണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയായ ആപ്പിൾ ക്രോട്ടണ് കണ്ടില്ലേ. നല്ല ലൈറ്റ് കിട്ടുമ്പോഴേ ഈ കളർ വരികയുള്ളൂ, അല്ലെങ്കിൽ ഒരുമാതിരി ഈ കളർ നിൽക്കും. ഏതാണെന്ന് കാണിക്കാം. കണ്ടോ, ഈ ഒരു കളർ നിൽക്കും. നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നോക്കി ഈ ഒരു ക്രോട്ടൺ നോക്കിയാൽ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര വൈബ്രൻ്റായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ക്രോട്ടനാണ്. ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രം ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര അടിപൊളിയായിരിക്കും. വേറെ ഒരുപാട് പ്ലാന്റ്സുകളൊന്നും വെച്ച് നമ്മൾ മെനക്കെടണ്ട. ഈ ഒരു ഒറ്റ പ്ലാന്റ്സ് മാത്രം മതി കേട്ടോ. ഈ ഒരു സൈസിലുള്ള നമ്മളുടെ കണ്ണു നോക്കി എത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണെന്ന്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. ഈ കളറിലുള്ള പൂക്കൾ വരുന്ന തെച്ചി കേട്ടോ. നമുക്ക് ചിലത് ഈ ഒരു സൈസ് ആയിരിക്കും, ചിലത് ഇതിൻ്റെ ചെറിയ സൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ചിലതിന് 2 തണ്ടേ കാണത്തുള്ളൂ, ഞാൻ കാണിക്കാം കേട്ടോ. ചിലതിന് ഇത്രയും ബുഷായിട്ട് വരും. അപ്പോൾ എന്തായാലും പൂക്കളുണ്ടാകുന്ന ഈ ഒരു കളറായിരിക്കും. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപ. കണ്ടില്ലേ, ചിലതൊക്കെ ഒറ്റ തണ്ടാണ്, പക്ഷേ നീളമുള്ള നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടി അതുപോലെ കിളിച്ച് വരും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. മഞ്ഞ പൂക്കളുണ്ടാകുന്ന തെച്ചിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നല്ല എന്താണ് ഒരു തീമഞ്ഞ കളറാണ്. 80 രൂപയാണ് റേറ്റ്. ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നമ്മളുടെ മിൽക്കി ഡോട്ട് ബാമ്പു ആണ്. ഈ മിൽക്കി ഡോട്ട് ബാമ്പുവിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നല്ല ഭംഗിയുള്ള കണ്ടല്ലേ, ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ എന്നെ ഭംഗിയായിരിക്കും നോക്കിയേ, നല്ല ഭംഗിയില്ലേ. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നെക്സ്റ്റ് നമ്മളുടെ വൈറ്റ് കുഫിയാണ്. കുഫിയ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. വയലറ്റും പിങ്കും ഒന്നും ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ, 40 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന നമ്മളുടെ മിനിയേച്ചർ പാല ടൈപ്പിലുള്ള ആ ചെടിയുടെ യെല്ലോ ഷെയ്ഡ് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഗ്രീനും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഗ്രീനിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അതിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ 3 ടൈപ്പിലെ പ്ലാന്റ്സ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോൾ അത് കൃത്യമായിട്ട് എടുത്തിടണേ. അടുത്ത് നമ്മുടെ ഡ്രൈ കളർ ഈ ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നമ്മുടെ ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ലോ കെയറിലുള്ള ഒരു പ്ലാന്റാണ് ഇത്. അടുത്ത് നമ്മളുടെ ഈ പിങ്ക് ഷെയ്ഡ് വരുന്ന സിങ്കോണിയമാണ്. സിങ്കോണിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒരു സ്റ്റിക്ക് കുത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ പടർന്ന് കയറി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഒരു സിങ്കോണിയത്തിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് 50 രൂപയാണ് കേട്ടോ. കുറച്ച് ലൈറ്റ് വേണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യം ഈ ചെടിയിലില്ല. അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയിട്ടുള്ള ചെടികളൊക്കെയാണ്. നമ്മളുടെ റെഡ് യൂജീനിയാണ്. റെഡ് യൂജീനിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ റെഡ് കളർ ഇങ്ങനെ വരികയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപ. ഈ ബാമ്പുവിന് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു ബാമ്പുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൺസൂൺ സമയത്താണ് നമ്മൾ ബാമ്പു വെക്കാൻ പറ്റിയ സമയം. ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ബുഷായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അടുത്ത് നമ്മളുടെ ഈ കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ഈ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ ആകുമ്പോൾ നമുക്ക് കണിക്കൊന്ന അന്വേഷിച്ച് നടക്കണ്ട. അപ്പോൾ നേരത്തെ ഇതിൻ്റെ റേറ്റിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മളുടെ ബോർഡർ ഗ്രാസ് ആണ്. ബോർഡർ ഗ്രാസിന് റേറ്റ് വരുന്നത് ഈ ടൈപ്പിൽ വെച്ച് വലിപ്പമുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ 30 രൂപയും ഇതിൻ്റെ ചെറുതുണ്ട് 20 രൂപയുമാണ്. ക്രോട്ടൻ്റെ ഈ ടൈപ്പിൽ വരുന്ന റെഡ് ലില്ലിപുട്ട് എന്ന ഈ പ്ലാന്റിൻ്റെ പേര് ഈ സൈസല്ല, ഇത് മദർ പ്ലാന്റ് വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപ. കുറഞ്ഞ പരിചരണത്തിൽ നമുക്കൊരു വേലി പോലെയോ അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അരേലിയാണ്, ഫിംഗർ അരേലിയ. നല്ല ലൈറ്റ് കിട്ടുമ്പോൾ നല്ല യെല്ലോ ഷെയ്ഡിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ.
നെക്സ്റ്റ് നമ്മളുടെ നോർമൽ സിങ്കോണിയമാണ്. ഈ സിങ്കോണിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ കെയർ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. 30 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ വൈറ്റ് അരേലിയാണ്. ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്രയൊക്കെ ആയിട്ട് വരും കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് നമ്മളുടെ വരുന്നത് നമ്മളുടെ ദുരാന്ത പ്ലാന്റ്സ് ആണ്. ദുരാന്ത പ്ലാന്റ്സിൻ്റെ ഈ സൈസ് പ്ലാന്റുകളുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്നതാണ്. ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമേ ഈ ഒരു ഫ്ലൂറസൻ ഗ്രീൻ വരികയുള്ളൂ, അല്ലെങ്കിൽ പച്ച കളറിൽ തന്നെ നിൽക്കും. നെക്സ്റ്റ് നമുക്ക് ഇൻഡോറിലൊക്കെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള പാമാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പം ഈ ഒരു പാമ്പ് നമ്മൾ താഴെ നിന്ന് പുതിയ തൈകളുണ്ടായി വരികയില്ല. അപ്പോൾ ഒരു വയ്ക്കുന്നുണ്ട് ഒരു 2 തൈ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 2 തൈ വെച്ചിട്ട് 4 വർഷമായതാണ്. അടുത്ത നമ്മളുടെ ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡ് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത്. കണിക്കൊന്ന പൂ പോലെ തന്നെ ഇങ്ങനെ പൂക്കൾ തൂങ്ങി കിടക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. നെക്സ്റ്റ് നമ്മളുടെ റെഡ് പാമാണ്. റെഡ് പാമിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. റെഡ് പാമൊക്കെ നല്ല ലൈഫുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ഒരു ബോർഡർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഭംഗിയാണ്. കുറേ റെഡ് പ്ലാന്റ്സ് ഇങ്ങനെ ഒരുപോലെ നിൽക്കുന്ന കാണാൻ റെഡ് കളറിൽ തണ്ടൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് നമ്മളുടെ ഈ പെന്നിവേർട്ടാണ്. പെന്നിവേർട്ടിന് പതിവ് പോലെ തന്നെ വെറും 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു വാട്ടർ പ്ലാന്റ് പോലെയാണ്. എന്നാൽ നമ്മൾ വെള്ളമില്ലാത്തൊരു പോട്ട് നട്ടാലും കിളിക്കും. എങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അടുത്ത് നമ്മളുടെ ഈ തെച്ചിയാണ്. വയലറ്റ് കളറിലുള്ള ഈ തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അപ്പം ഇതും ലോ കെയർ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് കെയർ ചെയ്ത് വളർത്തേണ്ട ഒരു ചെടിയൊന്നുമല്ല. സമ്മറിലാകുമ്പോഴാണ് പൂക്കളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നട്ടു കഴിഞ്ഞാൽ സമ്മറിലൊക്കെ ആകുമ്പോൾ നിറയെ പൂക്കളോടുകൂടി നിൽക്കും. ലോ കെയർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ചെടികളാണ്. തണ്ടുകൾ കുത്തി വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നെക്സ്റ്റ് നമ്മളുടെ ഫിലാഡെൻഡ്രോൺ സനഡു എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഫിലാഡെൻഡ്രോൺ സനഡു. നെക്സ്റ്റ് നമ്മളുടെ ചൈന ഡോളാണ്. ചൈന ഡോളിന് നമുക്ക് 120 രൂപയാണ് വരുന്നത്. നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും. അടുത്തത് നമ്മളുടെ മിൽക്കി ബാമ്പു ആണ്. മിൽക്കി ബാമ്പു നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതും ഇൻഡോറിന് നല്ല പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ. ലോ കെയർ ആണ്. ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. നെക്സ്റ്റ് നമ്മളുടെ ടൈഗർ ക്രോട്ടാണ്. ടൈഗർ ക്രോട്ട് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മൾക്ക് ഈ കളറിൽ വരുന്ന നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ സിംഗിൾ പ്ലാന്റ്സായിട്ട് അവൈലബിൾ ആണ്. അത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഈ സെയിം കളർ പൂക്കളാണ്. നെക്സ്റ്റ് നമ്മളുടെ നീഡിൽ ഗ്രാസ് ആണ്. നീഡിൽ ഗ്രാസിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇത് ഞാൻ 10 കളർ കോളിയസ് വെറൈറ്റീസ് ഒരു പോട്ടിൽ നിറച്ച് കിളിർപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ 10 എണ്ണം ഉണ്ട് ഒരു പോട്ടിനകത്ത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഇതുപോലത്തെ ഒരുപാടില്ല. എൻ്റെ 5 എണ്ണം ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഫി ബാഗിലൊന്നുമല്ല. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 150 റുപ്പീസ്. വലിയ പ്ലാന്റ്സുകളാണ്, കാണുമ്പോൾ അറിയാമല്ലോ. നമ്മളുടെ ബ്ലൂ ഡേയ്സിയുടെ കണ്ടില്ലേ എത്ര വലുപ്പമുണ്ട് പ്ലാന്റാന്ന് നോക്കിയാൽ. ഇത്ര നീളമുണ്ട്. നല്ല ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നശിച്ചു പോകത്തില്ല. ഇത്രയും നാളും നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ. നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപ. ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചൈനീസ് ബോൾസം പോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.